ഇത് കേരളത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കണ്ട. നോക്കി ഇതിന് മുകളിൽ ചിപ്സ് ഒട്ടിച്ചിരിക്കുകയാണ്. ടൂസിൻ്റെ വീട്ടിലേക്ക് ലാസ്റ്റ് ഫൈനൽ ദിവസം വരെയുള്ള ചെടികൾ വരെ ഉണ്ട്. ഇവരവിടെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ പോലെ ഇങ്ങനെ കുറേ വെറൈറ്റികളൊന്നും തരില്ല. ഉള്ളത് ബൾക്ക് ക്വാണ്ടിറ്റി. LED ലൈറ്റ് ഡിവിഷൻ, സിമ്പിൾ ലൈറ്റുകളായിരിക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവിടെ കിട്ടും. യെസ്, നമസ്കാരം. സുരഭി ഇന്നോവേഷനെ കുറിച്ചൊരു വാക്ക്. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇറ്റലിയിലെ ബൊണോളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടൈൽ എക്സിബിഷൻ സെൻറ്ററിൽ ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ബിൽഡിംഗ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. എന്ത് മനോഹരം, എത്രയോ ഐറ്റങ്ങൾ, എന്തൊക്കെ വെറൈറ്റികൾ കണ്ടിട്ട് നമ്മുടെ കേരള ജനങ്ങൾക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്നും ഇനി നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ വരുന്ന ബിൽഡിംഗ് പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റാണ് കണ്ടിരിക്കേണ്ട പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ കാണുന്ന വീടുകളൊക്കെ ഇല്ലേ, ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന നല്ല വുഡൻ പൈൻ വുഡ് വച്ചിരിക്കുന്ന വീടുകളിൽ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വീടുകളാണ്. എന്തെന്ത് മനോഹരമാണ്. വളരെ എക്കണോമി പ്രൈസാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ വില കൂടുതലൊന്നും ഇല്ല. 1 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും. ഈ കാണുന്ന ബിൽഡിങ് ഉണ്ടല്ലോ, ഇതാണ് സൂപ്പർ മാർക്കറ്റ്. സംഭവം ഇറ്റാലിയൻ പേരാ, എനിക്ക് തന്നെ വായിക്കാൻ പറ്റണില്ല. ഈ ചെടികളും ഇവിടെ നാച്ചുറൽ ചെടികൾ വെക്കുന്നുണ്ട്. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ചെടികൾക്കൊക്കെ 10,000, 5,000, 6,000 രൂപയ്ക്കാണ് വില പറയുന്നത്. ഓക്കെ, എന്നാലും അതൊക്കെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് കേരള മാർക്കറ്റിൽ കാണാത്തൊരു ചെടികളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് കിടക്കാം. യെസ്. സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. മിക്കവാറും സെക്യൂരിറ്റി ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കുഴപ്പമില്ല ആൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. ഇതൊരു ലെവലാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലുലുമാളിൻ്റെ അത്ര സൈസ് ഉണ്ട് കേട്ടോ. ഈ കോഫി ഷോപ്പ് ഉണ്ട്. ഈ കോഫി ഷോപ്പ് മാത്രമല്ല, ഇവിടെ ലിക്കറും നിൽക്കുന്നുണ്ട്. ഇവിടെ ബിൽഡിംഗ് പ്രൊഡക്റ്റ് എടുക്കാൻ വരുമ്പോൾ ലിക്കറും വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, അവരുടെ കൾച്ചറാണ്. ഇതൊക്കെ നമ്മളിവിടെ വീട്ടിലിടുന്ന മാറ്റ്, കയർ മാറ്റ്. ഇന്ത്യയിലെ മാറ്റായിട്ടാണ് തോന്നുന്നത്, കയർ മാറ്റ്. ഓക്കെ, ഇനി ഇവിടെ കണ്ട നല്ല അടിപൊളി മാറ്റുകളുണ്ട്. നമ്മുടെ ക്ലോത്ത് മാറ്റുണ്ട്, നല്ല ബെസ്റ്റ് സാധനമുണ്ട്. പക്ഷെ നമ്മളേ വലിയൊരു വിലയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന. യെസ്, LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വാം ലൈറ്റ്സ്, നല്ല അടിപൊളി. നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ് അല്ല. ഇവരെന്ന് പറഞ്ഞാൽ വീട് പണിയുമ്പോൾ അവർക്ക് ലൈഫാണ് നോക്കണേ, ഭംഗിയല്ല നോക്കണേ. അത് യൂറോപ്യൻസ് എപ്പോഴും ലൈഫാണ് നോക്കണേ. അവരൊരു ലൈറ്റ്, ഒരു സ്റ്റാൻഡേർഡ് ലൈറ്റ് ഉണ്ട്, ലോങ് ലൈഫ്, ആ ഒരു ലൈറ്റ് ഉണ്ടാവും, അത് എടുത്തോളൂ. അല്ലാതെ നമുക്ക് ലൈറ്റിന് ബോളിൽ മങ്ങി അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. യെസ്, നല്ല അടിപൊളി ക്ലോക്കുകളുണ്ട് ഇവിടെ. വീടുകളൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റി ക്ലോക്ക് ഉണ്ട്. പക്ഷേ ഇവരിൽ വെറൈറ്റികളുണ്ട് ഇഷ്ടംപോലെ. നമുക്ക് ഇങ്ങനത്തെ ഒന്നും നമ്മുടെ റെഗുലർ ക്ലോക്കുകളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. വെറൈറ്റികളുണ്ട്. ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. മിററൊക്കെ നോക്കിയേ, അടിപൊളി മിറേഴ്സ് ഉണ്ട്. വെറൈറ്റി മിറേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളത് കുറച്ചുള്ളൂ, പക്ഷെ അത് നമുക്ക് ഓളിയും കിട്ടും. പേപ്പർ, വാൾ പേപ്പേഴ്സാണ് അതൊക്കെ. ഒന്ന് കണ്ടു തീർക്കണമെങ്കിൽ കുറച്ച് സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡാക്കാണ്. വെറൈറ്റി ക്ലോക്സ് ഉണ്ട്. സ്പെല്ലിങ് അക്ഷരങ്ങളൊക്കെ കിട്ടും നമുക്ക് വീടുകളിലൊക്കെ. എന്തെങ്കിലും എഴുതി ഒട്ടിക്കണിങ്ങൊക്കെ നമുക്ക് നമ്മളിവിടെ അതൊന്നും കിട്ടാറില്ല. ഫോട്ടോ ഫ്രെയിംസൊക്കെ നമ്മൾ കൊടുത്ത് നമ്മുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പണിത് തരും അവർ. ഇഷ്ടംപോലെ ആയിട്ടാണ്, കണ്ടു തീർക്കാൻ പറ്റാത്തതുണ്ട്. നല്ല സീനറികളൊക്കെ ഉണ്ട്. ഇവരവിടെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ പോലെ ഇങ്ങനെ കുറേ വെറൈറ്റികളൊന്നും തരില്ല. ഉള്ളത് ബൾക്ക് ക്വാണ്ടിറ്റി. നമ്മൾ അവരുടെ അളവിൽ പണിതുള്ളൂ. ഇപ്പോൾ ഇത് കർട്ടൻ ഡിവിഷനാണ്. ഈ കർട്ടൻ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ വീട് പണിയുമ്പോൾ ഒരു കർട്ടൻ്റെ അളവ് കൃത്യമായിട്ടുള്ള അളവിൽ ഇവരുടെ അളവിൽ പണിയും. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ അളവിൽ പണിയുമ്പോൾ നമ്മളിതെല്ലാം ഓർഡർ കൊടുത്ത് വരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര കോസ്റ്റ് വരാണ്. കാരണം ഓരോരുത്തർക്ക് വേണ്ടി വർക്ക് ചെയ്യാണ് അവർ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് അവർ പണിയുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസിൽ ഇവിടുന്ന് കിട്ടും. അത് വെച്ച് ചെയ്താൽ നമുക്ക് വളരെ വില കുറച്ച് കിട്ടും. ഒരു 10,000 രൂപയുടെ ഐറ്റമൊക്കെ 2,000-3,000 രൂപ കിട്ടും.
കർട്ടൻ്റെ ഒക്കെ നോക്കിയ ലോക്കുകളും അതിൻ്റെ സൈഡിൽ വെക്കുന്നത്. കർട്ടൻ ഇവർക്ക് ഭയങ്കര, നമ്മുടെ ഇവിടത്തേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻസ്. ഫുൾ കർട്ടനായിരിക്കും, വീടിൻ്റെ ഒരു വാള് മൊത്തം കർട്ടൻ ഇടും. അതിന് റോയൽറ്റിയാണ് ഒരു കർട്ടനിൽ. അതുകൊണ്ട് കർട്ടൻ്റെ ഡിവിഷൻ വലിയൊരു ഡിവിഷൻ അവർക്ക്, നമ്മുടെ ഇവിടത്തേക്കാളും കൂടുതൽ ഡിവിഷനാണ്. LED ലൈറ്റിൻ്റെ ഡിവിഷൻ സിമ്പിൾ ലൈറ്റുകളായിരിക്കും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടും, പെട്ടെന്ന് പണി തരും. പിന്നെ ഭയങ്കര പ്രൈസ് കുറവുണ്ട്. ഫാൻ നോക്കി, നല്ല വ്യത്യസ്തമായ ഫാനുകളുണ്ട്, എല്ലാം നല്ല പെടപെടപെടുന്ന. ഞാൻ കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ കാണിക്കാൻ, അല്ലെങ്കിൽ കണ്ടു തീരില്ല. ഇത് LED സെക്ഷൻ തന്നെയാണ്. വീണ്ടും അതിൻ്റെ കുറേ കറങ്ങിയപ്പോൾ വീണ്ടും LED സെക്ഷൻ വന്നു. പെയിൻറ്റ് സെക്ഷനാണ്, പെയിൻറ്റ്. യെസ്, ഇതാണ് ടൈൽ സെക്ഷൻ. ഇത് ടൈൽ എത്തിക്കഴിഞ്ഞു. ടൈലിന് നമ്മുടെ ഇവിടുത്തെ പോലെ വലിയ ഷോപ്പുകളല്ല ടൈലിൽ ഉള്ള. കുറച്ച് ടൈലുണ്ട്, അത് അവിടുത്തെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ടൈലുകളും ക്വാളിറ്റി ടൈലുകളും അത് മാത്രമേ തരുള്ളൂ. അതാണ്ട് വിരിച്ചാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി തരണമല്ലേ, ആ മെഡിസിൻ നമ്മൾ കഴിച്ചോളണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കൊണ്ട് പറയാൻ പാടില്ല. അതുമാതിരി അവിടുത്തെ ഡിസൈനറാണ് എഴുതി തന്നത്, അവിടെ വാങ്ങിച്ചോളണം, ഒട്ടിച്ചോളണം, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. യൂറോപ്പിലെ സിസ്റ്റമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ എക്കണോമിയും അതിൻ്റെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ടൈലുകളും ഫാഷൻസ് മാറാത്ത ടൈലുകളാണ് അവർ ഫോളോ ചെയ്യണം. അപ്പോൾ അവർക്ക് ഒരു 10 മതി, ആ 10 എല്ലാവരും ഹാപ്പിയാണ്. ഇതൊക്കെ അടിപൊളി വുഡൻ ഫ്ലോർ ടൈൽസുകളാണ്, എന്ത് ഭംഗിയാണെന്ന് നമുക്ക് കാണാൻ. നമ്മുടെ ആ റിച്ചൊക്കെ നല്ല കുറേ ഫിനിഷിങ്ങും ആ റോയൽറ്റിയൊക്കെ അവരുടെ ടൈലിന് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ദൂരം ടൈലാണ് അവരുടെ ടൈൽ ഡിസ്പ്ലേ നമ്മുടെ ഇന്ത്യൻ ടൈൽ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് തമ്മിലുള്ള മാറ്റം കണ്ട. വളരെ സിമ്പിൾ ഡിസ്പ്ലേയാണ്. അവർ വോളിയം ഓഫ് സെയിലാണ് കൂടുതൽ നോക്കണത്. നമ്മുടെ കേരളത്തിൽ വെറൈറ്റിയും ഭംഗി ഭയങ്കരമായിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുക്കണം. നമുക്കൊക്കെ ഒരു എക്സ്പീരിയൻസ്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും നമുക്കൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് കാണിക്കുന്നത്, ഈ ഒരു ബിൽഡിംഗ് സൂപ്പർ മാർക്കറ്റ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇതൊക്കെ നോക്കിയാൽ വീടിൻ്റെ പുറത്ത് ഒട്ടിക്കുന്ന ക്ലാഡിംഗ് സ്റ്റോൺ നാച്ചുറൽ അല്ല, സെറാമിക്കാണത്. പക്ഷെ നോക്കിയാൽ എന്നാലും എന്ത് ഭംഗിയാണ്. യെസ്, അടിപൊളി ബാത്റൂമുകളൊക്കെ അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. കണ്ട, ബാത്റൂം നല്ല രസകരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ബാത്റൂം നമ്മുടെ അടുത്ത് പോലെ ഇങ്ങനെ വെറൈറ്റി തരില്ല അവർ. ജനങ്ങൾക്ക് ആവശ്യം എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ മാർക്കില്ല, അത് തരുള്ളൂ. വെറൈറ്റി, ഭംഗി, അങ്ങനെ പല കാര്യങ്ങളും അതൊന്നും അവിടെ ചോദിക്കരുത്. സാനിറ്റൈസ് ഐറ്റംസ്, വാഷ് ബേസിൻ, യെസ്, ഇതേ കണ്ണു നല്ല അടിപൊളി AC കൾ ഉണ്ടാ. ഇവിടെയൊക്കെ നല്ല ബെസ്റ്റ് AC കളാണ്. എല്ലാ ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാം. കേബിൾസ്, വയർ ആൻഡ് ഇലക്ട്രിക്സ് ഐറ്റംസ്. കിച്ചൺ കൺസെപ്റ്റാണ്. കിച്ചണോട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സിങ്കുകൾ, UPVC ഡോർസ്, കണ്ട വിൻഡോ. ഈ വിൻഡോയുടെ സൈസിൽ നമ്മൾ വീട് പണിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പണിയുമ്പോൾ ഓരോരുത്തർക്ക് അവർ പണിത് തരുമ്പോൾ ഭയങ്കര കോസ്റ്റ് വാങ്ങിക്കുക. നേരത്തെ പറഞ്ഞല്ലേ, അവർ സ്റ്റാൻഡേർഡ് സൈസിൽ പണിത് തരും. പ്ലൈവുഡ് നമ്മുടെ അടുത്ത് പല പ്ലൈവുഡുകളുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് സൈസിലാണ്. ഇവിടുത്തെ പ്ലൈവുഡ് നമ്മുടെ നാട്ടിലെ പ്ലൈവുഡിൻ്റെ കളർ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒറിജിനൽ മരം പീസായിട്ട് ഒറിജിനുണ്ട്. നമ്മുടെ സൈസിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് മുറിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് നമുക്ക് ഏത് രീതിയിലൊക്കെ ചെയ്യാം. ഭയങ്കര കോസ്റ്റ് എക്കണോമിയാണ് കേട്ടോ ഇവിടെ എല്ലാം. അവരാ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര എക്കണോമിയാണ്. വെറൈറ്റിയിലേക്ക് പോകാൻ പാടില്ല. യെസ്, ഇനി നമുക്കൊരു കാര്യം, നമുക്ക് ഔട്ട്ഡോർ ഉണ്ട്. ഒരു നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. കണ്ട, ഇത് പുറത്താണ് അവർ വെച്ചിരിക്കുന്നത്, ഷോറൂമിൻ്റെ പുറത്ത്. ഇത് ഈ ഗ്രില്ല് കണ്ടില്ലേ? ഈ ഗ്രില്ല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് കരിങ്കല്ലൊക്കെ ഇട്ടിട്ടുള്ള മതിൽ പണിയാനാണ്. അപ്പോൾ ട്രെൻഡ് ഉണ്ട്, അങ്ങനെ മതിൽ പണിയാം. അല്ലെങ്കിൽ നമുക്ക് വീടുകൾക്ക് എളുപ്പം മതിൽ തീർക്കാം. കണ്ട, ഇങ്ങനെ ഗ്രില്ല് വയ്ക്കാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട് കേട്ടോ. പിന്നെ വുഡ് ടൈപ്പ് ഇതൊക്കെ റെഡിമെയ്ഡ് നമുക്കിങ്ങനെ മതിൽ പണിയാൻ. ഇതൊക്കെ മതിൽ പണിയുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ മതിൽ പണി പറഞ്ഞു കണ്ട, അമാര് മതിൽ പണിയാം. മരത്തിൻ്റെ ചിലർക്ക് മരത്തിൻ്റെ ട്രഡീഷണൽ മതിലുകൾ വേണമെങ്കിൽ പണിയാവുന്ന സാധനങ്ങളാണ്.
ഫൗണ്ടനാണ് കണ്ട, ഫൗണ്ടൻ വീടുകളുടെ ഫ്രണ്ടിൽ ഗാർഡനിലൊക്കെ വെക്കണം. നല്ല വ്യത്യസ്തം കണ്ട, ഈ വീട്ടിൽ ഫ്രണ്ടിൽ വഴിയിലൊക്കെ ഇടാമെന്ന് നടന്ന് പോകുന്നിടത്ത് കണ്ട അതേ ഡിസൈനിൽ ഷേപ്പ് ചെയ്തിട്ട് അതിൽ വരും. ഷേപ്പ് ചെയ്ത് അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെടി പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാവുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഡിഫറൻറ്റ് സാധനങ്ങളൊക്കെയാണ്. ഒക്കെ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന ഡിസൈനാണ്. നമ്മുടെ ഇവിടത്തൊക്കെ ഗ്ലോസി പെയിൻ്റ് അടിച്ചതും ഭയങ്കര ഓവർ ഫിനിഷും തിളക്കമുള്ളതൊക്കെയാണ് നമുക്കിഷ്ടം. അവരെല്ലാം പ്രകൃതിയോടെയാണ്. കാരണം നമ്മുടെ ജീൻസൊക്കെ നിറച്ചിരിക്കുന്ന ജീൻസൊക്കെ ഇല്ലേ, ആ ജീൻസ് സ്റ്റൈലിലേക്കാണ് ഇവർ പോണത്. കട്ടകൾ വിരിക്കാം, വീടിൻ്റെ പുറത്ത് കട്ടകൾ വിരിക്കാം, എന്തെല്ലാം കണ്ട. അതാണ് പെബിൾസ്. നമ്മൾ വീടുകൾ ഗാർഡൻ പണിയുമ്പോൾ അവിടെ ഇവിടെ എന്തോരം പെബിൾസ് ഉണ്ടെന്ന് സ്റ്റോക്ക് ഇട്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അത്ര ആവശ്യക്കാരിവിടെ ഉള്ള എല്ലാം ഇതുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഈ നമ്മൾ എന്താ പറയുക വീടൊക്കെ പൊക്കി ചെയ്യാനുള്ള സ്ഥലമാണ് കണ്ട. ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം വിരിക്കുന്ന ടൈൽ. ഇവരുടെ ടൈൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടേ, ഇത് കേരളത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കണ്ട. നോക്കി ഇതിന് മുകളിൽ ചിപ്സ് ഒട്ടിച്ചിരിക്കുകയാണ്, കോൺക്രീറ്റ് ചെയ്തിട്ട് ചിപ്സ്. ഇത് നല്ലൊരു കാണാൻ നല്ലൊരു സെറ്റപ്പാണിത്. ഓക്കെ, എന്ത് രസമാണ്, തൊടുമ്പൊക്കെ എന്ത് ഫീലിംഗ് എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മളിവിടെ ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ ചിപ്സ് ഇവിടെ കിട്ടില്ല, അതാണ്. പക്ഷേ ഈ ക്വാളിറ്റി ചിപ്സ് കിട്ടില്ല നമ്മളിവിടെ. നല്ല രസം കണ്ട. ഇത് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെയാണ്. പോണ്ട് പിന്നെ ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസിനോട് ഡിമാൻഡാണ്. കണ്ടാൽ തരില്ല, ദൂരം ഐറ്റങ്ങളാണെന്ന് അറിയാമോ സെലക്ഷൻ. ഇതൊക്കെ ഒറിജിനൽ ഫ്ലവറുണ്ട് ഇവിടെ കേട്ടോ, അതാ രസം. നമുക്ക് ഒറിജിനൽ ഫ്ലവറിൻ്റെ അവിടെ പോകാം. ഇവിടെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് കണ്ടിട്ട് കേരളത്തിൽ ഇതുമാതിരി ഒരു ഷോപ്പിൽ പോലും ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തോരം ഫ്ലവർ, അതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി നോക്കി, എന്തോരം രസകരമായിട്ടാണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നോക്കി റെഡിമെയ്ഡ്, നോക്കി എന്താ രസം. നമുക്കിതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു സെറ്റ് വീട്ടിലേക്ക് ലാസ്റ്റ് ഫൈനൽ ദിവസം വരെയുള്ള ചെടികൾ വരെ ഉണ്ട്. സീസണിലായിരിക്കും പോകുന്നുണ്ടാവണേ. വേണ്ട, ഇതൊക്കെ എന്താണ് കാണാൻ, എന്തൊരു രസകരമായ ചെടിയാണ്. ഈ ഓർക്കിഡിൻ്റെ ഭംഗി നോക്കിയേ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെല്ലാവരും ഈ ചെടിയൊക്കെ വാങ്ങിച്ച് നട്ടൊക്കെ തുടങ്ങിയുള്ളൂ. ഇനി നമ്മൾ ഫ്ലവറിലേക്ക് കിടക്കും. ഇനി അടുത്ത സ്റ്റേജ് ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും. ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ മനുഷ്യന്. ഇവരുടെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും വ്യത്യാസമുണ്ട്. ഇവരുടെ ക്ലൈമറ്റിൽ എന്ത് സാധനം, ആ ചെടി നിൽക്കുമ്പോൾ തന്നെ അതിനൊരു ജീവൻ വേറെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീലിംഗാണ്. പൂക്കളൊക്കെ ഉണ്ടായത് ഭയങ്കര സന്തോഷം നിൽക്കണമില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത്ര സന്തോഷം കാണില്ല ചെടികൾക്കൊന്നും. ക്ലൈമറ്റിൽ വിഷയമുണ്ട് നമ്മളിവിടെ. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യലാണെന്ന് പറയുന്നത്, ഇത് ഒറിജിനലാണ്. ഇവിടെ ഇത് ബിൽഡിങ്ങിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്, വെയിലത്തായിരിക്കുന്നത്. അതൊക്കെ ഊട്ടിയിൽ എങ്ങനെ വന്ന് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അവിടെ ഊട്ടിയിൽ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ചെല്ലുമ്പോൾ. ഗ്രാസ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അത് വീണ്ടും നമ്മുടെ ഷോറൂമിലേക്ക് കയറാണ്. അപ്പം നിങ്ങൾ കുറേ കാണിച്ചു. ഇനി ഇവിടെ തന്നെ നമുക്ക് ബാർബിക്യൂ ഓവൻ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇനി മിഷനറി ഐറ്റംസ് ഉണ്ട്. നമുക്കിങ്ങനെ മിഷനറികൾ വാങ്ങിക്കണമല്ലോ, ഇതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ആ മിഷനറി കിട്ടും. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അവിടെ. ഇനിയിപ്പോൾ പോട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഫാസ്റ്റായിരുന്നു, കാരണം ഇത് കണ്ടു തീരില്ല. അത് വലിയൊരു ലുലുമാളിൻ്റെ അത്ര തന്നെ ഉണ്ട്. ഒറ്റ ഫ്ലോറിലാണ്. നമുക്ക് എന്തോരം സാധനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ചോദിച്ച് എടുത്തു തരാൻ ആളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം മെഷർ ചെയ്ത് നമുക്ക് തന്നെ എടുക്കണം. നമുക്ക് തന്നെ അതിൻ്റെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും. നമ്മൾ വന്ന് ഫിറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ ഒരെണ്ണം കേരളത്തിൽ തുടങ്ങാൻ തന്നെ തോന്നും ഇതിൻ്റെ ഭംഗികൾ കണ്ടിട്ട്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ സാഹചര്യ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് വിജയകരമായില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാനലിൽ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.